അപ്പം നമ്മുടെ ഹിബിസ്കസ് ജെല്ല് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് തുറന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ജെല്ല് ഇവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് വട്ടൊന്നല്ല ടലോ ചെമ്പരത്തി പൂവ് വെച്ചിട്ട് നിൽക്കുന്ന. അപ്പൊ നമ്മൾ ഇന്ന് ചെമ്പരത്തി പൂവ് കൊണ്ടുവന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെമ്പരത്തി പൂവ് ഹിബിസ്കസിന്റെ ഫ്ലവർ വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി ഹെയർ ജെല്ലാണ് കേട്ടോ. അപ്പൊ ജെല്ല് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ഹിബിസ്കസ് ആണ്. ഹിബിസ്കസിന്റെ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാനൊരു ഭംഗിക്ക് നമ്മുടെ അടുത്തുള്ള ചെമ്പരത്തിപ്പൂവൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ അതേ ചെമ്പരത്തിയുടെ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ഫെനുഗ്രീക്ക് എക്സ്ട്രാക്റ്റും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ജെല്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഫെനുഗ്രീക്ക് നമുക്ക് താരൻ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ചെമ്പരത്തിയും നമുക്ക് മുടി കൊഴിച്ചിലിനും താരനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പൊ ഈ രണ്ട് ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ജെല്ല് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മള് DM വാട്ടർ ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഡീമിനറലൈസ്ഡ് വാട്ടർ ആണ് കേട്ടോ. അപ്പൊ ഈ DM വാട്ടറിൽ നമുക്ക് ഈ ഫ്ലവർ തിളപ്പിച്ചിട്ട് ഇതിന്റെ വാട്ടർ എടുത്തിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളിപ്പോ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഞാനിപ്പോ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യണം വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിന്റെ അളവുകൾ കൂട്ടിയാൽ മതിയാവും കേട്ടോ. അപ്പൊ നമുക്ക് ഒരു വെയിങ് മെഷീൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ടയർ അടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് DM വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. DM വാട്ടർ നമുക്ക് വന്നിട്ടുള്ളത് നമുക്കൊരു 170 ml ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 170 ml DM വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഹിബിസ്കസിന്റെയും അതുപോലെ തന്നെ ഫെനുഗ്രീക്കിന്റെയും എക്സ്ട്രാക്റ്റുകളാണ് കേട്ടോ. അതേ നമ്മൾ 170 DM വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 ml റോസ് വാട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 10 റോസ് വാട്ടർ നമുക്ക് ഒരു 10 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു തരി അങ്ങോട്ട് കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഫെനുഗ്രീക്കിന്റെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ. ഈ ഫെനുഗ്രീക്കിന്റെ എക്സ്ട്രാക്റ്റ് നമുക്കിനി ഒരു 10 ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഫെനുഗ്രീക്കിന്റെ നമ്മൾ 10 ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹിബിസ്കസിന്റെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഹിബിസ്കസിന്റെ എക്സ്ട്രാക്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നമുക്ക് 200 ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. നമുക്ക് ഈ ജെല്ല് ഉണ്ടാക്കുക എന്നുള്ളത്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പ്രിസർവേറ്റീവ് ആണ്. നമ്മൾ എപ്പോഴും പ്രിസർവേറ്റീവ് ജെല്ല് നമ്മൾ ഈ സാന്തങ്കം വെച്ചിട്ടാണ് ഇപ്പോൾ ജെല്ല് മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് കാർബോമർ വെച്ചിട്ടും ജെല്ല് മേക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സാന്തങ്കം നമുക്ക് 2 ടൈപ്പിലാണ് വരുന്നത്. ഒരെണ്ണം കോസ്മെറ്റിക് ഗ്രേഡിലുള്ളതും ഒരെണ്ണം ഫുഡ് ഗ്രേഡിലുള്ളതും. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കോസ്മെറ്റിക് ഗ്രേഡിലുള്ള സാന്തങ്കമാണ് കേട്ടോ. സാന്തങ്കം ഒരു തിക്കനിങ് ഏജന്റ് ആണ്. നമ്മൾ ക്രീമുകൾ അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും തിക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഓർഗാനിക് ആയിട്ടുള്ളതാണ്. അപ്പം നമുക്കിനി പ്രിസർവേറ്റീവ് ഇതിലേക്ക് ഒരു 3 ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു കുറച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരു 3-4 ഡ്രോപ്പോളം പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ഇതിലെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്താൽ കൊടുക്കാൻ പോകുന്നത് വൈറ്റമിൻ ഇ ആണ് കേട്ടോ. വൈറ്റമിൻ ഇ വാട്ടറിൽ ആഡ് ചെയ്യുന്ന വൈറ്റമിൻ ഇ ആണ്, ഓയിൽ ബേസ്ഡ് അല്ല കേട്ടോ.
വാട്ടർ ബേസ്ഡ് ആണ്. അപ്പം നമുക്കൊരു 2 ഡ്രോപ്പോളം വൈറ്റമിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് വാട്ടറിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓയിലിൽ ആഡ് ചെയ്യുന്നത് വേറെ ടൈപ്പാണ്. അപ്പം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടുണ്ട്, DM വാട്ടർ, എക്സ്ട്രാക്റ്റുകൾ, പിന്നെ പ്രിസർവേറ്റീവ്. ഇത്രയും ഐറ്റംസ് ആണ് നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രത്തിലോട്ട് സാന്തങ്കമാണ്, അപ്പോൾ സാന്തങ്കമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഗ്ലിസറിനിലാണ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഒരു 1/2 ടീസ്പൂണോളം സാന്തങ്കം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തിക്നെസ് ഇനി കൂടുതൽ വേണമെച്ചെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ 1/2 ടീസ്പൂണോളം സാന്തങ്കം എടുത്ത് അതിലേക്ക് ഗ്ലിസറിനാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്ലിസറിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ജെല്ലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അത് അതിൽ മിക്സ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇവിടെ തരിതരിയായിട്ട് കിടക്കും. അപ്പം നമ്മൾ ഗ്ലിസറിനിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ജെല്ലിലേക്കല്ല ഈ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സ്ട്രാക്റ്റുകളും അതുപോലെ തന്നെ വൈറ്റമിൻ, പ്രിസർവേറ്റീവ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വാട്ടറിലേക്ക് നമ്മൾ സാന്തങ്കം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിത് കാർബോമർ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ pH ശരിയാക്കാൻ വേണ്ടി, കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ TEA കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അതാണ് ഞാനിവിടെ സാന്തങ്കം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ജെല്ല് നല്ലതുപോലെ തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹിബിസ്കസിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാൻ റെഡ് കളറാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കളർ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ വൈറ്റമിൻ വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ ജെല്ല് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു ക്ലൗഡി ഫീലിങ്ങിലാണ് നമ്മൾ സാധാ വൈറ്റമിൻ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓയിൽ ബേസ്ഡ് വൈറ്റമിൻ ആഡ് ചെയ്യുമ്പോൾ കിട്ടുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മുടെ ജെല്ല് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം നല്ലതുപോലെ നമ്മൾ കുറച്ച് നേരം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ അത് നമ്മുടെ ജെല്ല് കിട്ടും. അപ്പോൾ ഹിബിസ്കസിൻ്റെ ജെല്ല് മേക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ ഫ്രഷ് ജ്യൂസ് വെച്ചുണ്ടാക്കുന്ന ജെല്ലിനെക്കാട്ടും എക്സ്ട്രാക്റ്റ് വെച്ചുണ്ടാക്കുന്ന ജെല്ലുകളാണ് കുറച്ചുകൂടെ ഷെൽഫ് ലൈഫ് കിട്ടുന്നത് കേട്ടോ. അല്ലെങ്കിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്താൽ പോലും നമ്മൾ ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യുന്ന ജെല്ലുകൾ പെട്ടെന്ന് തന്നെ കേടായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ എക്സ്ട്രാക്റ്റ് വെച്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ ജെല്ല് ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനും അടിപൊളി ഒരു ജെല്ലാണിത്. ഇത് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലോ കാലിലോ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനും പറ്റും കേട്ടോ. നല്ലതാണ്. ഇപ്പോൾ ഹെയറിനുള്ളത് ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് ജെല്ലിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണോണ്ട് യാതൊരു വക കുഴപ്പമില്ല കേട്ടോ. നമുക്കിത് ഫേസിലും അതുപോലെ തന്നെ ഹെയറിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെല്ലാണ്. അപ്പോൾ നമ്മുടെ ജെല്ലിൻ്റെ ഒരു ഭംഗി കണ്ടോ, അത്രയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ജെല്ല് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ഇത്രയും തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലും തിക്നെസ് കൂടുതൽ വേണമെങ്കിൽ സാന്തങ്കം കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ ഗ്ലിസറിനിൽ മിക്സ് ചെയ്ത് കുറച്ചുകൂടെ സാന്തങ്കം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു തിക്നെസ്സിൽ നമുക്ക് കിട്ടും കേട്ടോ. അതെ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു തിക്കിലാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നല്ലൊരു അടിപൊളി ഹെയർ ജെല്ലാണ് കേട്ടോ നമ്മുടെ ഹിബിസ്കസിൻ്റെ ജെല്ല്. അപ്പോൾ ഞാൻ ഹെയറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവുന്നുണ്ടാവും. നല്ലതുപോലെ നമ്മുടെ മുടിക്കത് സ്യൂട്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്മെല്ല് വേണ്ടവർക്കാണെങ്കിൽ ഇതിൽ നമുക്ക് എസെൻഷ്യൽ ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ റോസ് വാട്ടർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ റോസ് വാട്ടറിന് നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ സ്മെല്ലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു
അടിപൊളി ഹിബിസ്കസ് ജെല്ലാണ് കേട്ടോ. ഹെയർ ജെല്ലാണ്. നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ജെല്ലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയൽസ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പൊ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള ജെല്ലുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇതുപോലെ നല്ല നല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.